നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നയതന്ത്ര പരാജയം പ്രവാസികളെ ബാധിക്കുന്നു. ഫൊക്കാന സ്വീകരണത്തിൽ NK പ്രേമചന്ദ്രൻ MP. ഫൊക്കാനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 18-ന് പിറവത്ത്. KHന്റെ അധികാര കൈമാറ്റം വൻ ആഘോഷമാക്കി ഫ്ലോറിഡ ഹിന്ദു സംഘടനകൾ. മുടങ്ങിയ ഭവന നിർമ്മാണം വീണ്ടും തുടങ്ങാൻ മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലൻഡ് കൗണ്ടിയുടെ സഹായഹസ്തം. ടീം വോയിസ് ഓഫ് ഫോമ സജീവമായി മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. NK പ്രേമചന്ദ്രൻ MP, റാന്നി MLA പ്രമോദ് നാരായൺ, മാധ്യമപ്രവർത്തകരായ ജോണി ലൂക്കോസ്, ജീൻ ജസ്മസ്, മോത്തി രാജേഷ് എന്നിവർക്ക് ഫൊക്കാന സ്വീകരണം നൽകി. ഗ്ലോബൽ സെന്ററിൽ നടന്ന സ്വീകരണത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ഏവരെയും സ്വാഗതം ചെയ്തു. ഗ്ലോബൽ സെന്ററിൽ നടന്ന സ്വീകരണത്തിൽ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ഏവരെയും സ്വാഗതം ചെയ്തു. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ആമുഖ പ്രസംഗം നടത്തി. സുദീർഘമായൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഫൊക്കാന സമ്മേളനത്തിൽ സംസാരിക്കുന്നതെന്ന ആമുഖത്തോടെയാണ് NK പ്രേമചന്ദ്രൻ MP തന്റെ വാക്കുകൾ ആരംഭിച്ചത്. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പദ്ധതികൾക്ക് ഫൊക്കാന മുൻകൈയെടുത്തിട്ടുണ്ടെന്ന് സജിമോൻ ആന്റണിയുടെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നതിലെ അതിയായ സന്തോഷം അദ്ദേഹം രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും ജനക്ഷേമ രംഗത്തും നൂതനവും സ്തുത്യാർഹവുമായ സേവനങ്ങൾ നൽകി 4 ദശാബ്ദങ്ങൾക്ക് ശേഷവും ഫൊക്കാന മലയാളി സംഘടനകളുടെ അംബ്രല ഓർഗനൈസേഷനായി സജീവമായി നിലനിൽക്കുന്നത് പ്രശംസനീയമാണ്. ഫൊക്കാനയുടെ സ്ഥാപക നേതാവായ M. അനിരുദ്ധന്റെ സമീപകാലത്തുണ്ടായ വിയോഗത്തിലെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയതോടൊപ്പം കേരളത്തിൽ അദ്ദേഹത്തിന് അർഹമായ ആദരവ് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധവും പ്രകടിപ്പിച്ചു. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള പ്രവാസി സംഘടനകൾ കേരളത്തിനായി സഹായങ്ങൾ എത്തിക്കുന്നത് ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ പത്തനംതിട്ട ചിറ്റാറിൽ സ്വന്തം സ്ഥലം വിട്ടു നൽകി നടപ്പാക്കുന്ന ഫൊക്കാന വില്ലേജ് പ്രൊജക്ടിനെയും MP അഭിനന്ദിച്ചു. ന്യൂജേഴ്സിയിൽ അഭിഭക്ത ഫൊക്കാന കൺവെൻഷൻ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുകയും ഭാഷയ്ക്കൊരു $1 പദ്ധതിക്കും നിരവധി സെമിനാറുകൾക്കും സംവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതുമായ അനുഭവങ്ങൾ അദ്ദേഹം ഓർത്തെടുത്തു. പുതുതലമുറയുടെ സാന്നിധ്യവും പങ്കാളിത്തവും സാമൂഹിക സംഘടനകളിൽ പരിമിതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫൊക്കാന ഇതേപ്പറ്റി ഗൗരവമായി ചിന്തിക്കണം. അമേരിക്കയിൽ മാത്രമല്ല കേരളത്തിലെയും വിവിധ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളിലും പുതുതലമുറയുടെ അസാന്നിധ്യം പ്രകടമാണെന്നും അവരെ ചേർത്ത് നിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആധുനികവൽക്കരണത്തിന്റെ സ്ഫോടനാത്മകമായ വികാസമാണ് ഇതിന് കാരണമെന്നും MP വിലയിരുത്തി. കേരളത്തിന്റെ അഭിവൃദ്ധിക്കായി യുവതലമുറയുടെ ക്രിയാത്മകമായ ഇടപെടൽ സാധ്യമാക്കാൻ ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിക്കുന്ന കാര്യം ആലോചിക്കണം. ഫൊക്കാനയ്ക്ക് കൂടുതൽ കരുത്തോടെയും ഊർജ്ജത്തോടെയും ഇനിയും ഏറെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് MP ആശംസിച്ചു. അതിനൊക്കെയും താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സഹായ സഹകരണങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു. മാധ്യമങ്ങളും സാംസ്കാരിക സംഘടനകളും കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാക്കുന്ന വികാസം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്ന ഗൗരവമായി നോക്കിക്കാണാൻ ഇടപെടൽ നടത്തണം. രാജ്യാന്തര രംഗത്തെ സ്ഥിതിഗതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നയപരമായ കാര്യങ്ങളിലെ അസ്ഥിരത അനേകം പ്രവാസികളെ ബാധിക്കുന്നു. അതൊക്കെയും നയതന്ത്ര രംഗത്ത് വന്ന മാറ്റത്തിന്റെ അനന്തരഫലമാണെന്ന് MP ചൂണ്ടിക്കാട്ടി. അയൽ രാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്തുന്നതിലെ പരാജയമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പ്രവാസികളെ ബാധിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി NRI കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സഭയിൽ എടുക്കുന്ന നടപടികൾ ശ്രദ്ധേയമാണെന്നും ഇതിനായി സ്വയം പാർലമെന്റിൽ നിരവധി ബില്ലുകളും സ്വകാര്യ പ്രമേയങ്ങളും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നവർക്ക് പ്രോസ്പെക്ടസിൽ പോലും പറയാത്ത ഭീമമായ തുക ഫീസ് ഇനത്തിൽ കൊടുക്കേണ്ടതായ സാഹചര്യം നിലവിലുണ്ട്. പലതരത്തിലുള്ള ഫീസുകൾ കൊടുക്കാൻ കഴിയാതെ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്താൻ നിർബന്ധിതരാകുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഫൊക്കാന മുന്നോട്ട് വന്നത് അത്യന്തം അഭിമാനകരമാണ്. ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം പ്രതിസന്ധികൾ ഫൊക്കാന കണ്ടെത്തിയത് തന്നെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളമാണെന്ന് NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള മലയാളി പ്രസ്ഥാനങ്ങളിൽ ഇതിഹാസമായി മാറിയ സംഘടനയാണ് ഫൊക്കാന എന്ന റാന്നി MLA പ്രമോദ് നാരായൺ പ്രശംസിച്ചു. എല്ലാ വലിയ യാത്രകളും ആരംഭിക്കുന്നത് ആദ്യത്തെ കാൽവെപ്പിൽ നിന്നാണെന്ന ചൈനീസ് പഴമൊഴിയിൽ നിന്നുകൊണ്ട് ഫൊക്കാനയുടെ കാൽവെപ്പുകൾ ഒരുമിച്ചുള്ള ഭദ്രമായ ഒരു ദീർഘയാത്രയാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രമോദ് നാരായൺ പറഞ്ഞു. ജീവിക്കാൻ അധികം പണം ആവശ്യമില്ല എന്നാണ് മനോരമ ന്യൂസ് TV ഡയറക്ടർ ജോണി ലൂക്കോസിന്റെ അഭിപ്രായം. ആംഗലേയ സാഹിത്യകാരനായ സോമർസെറ്റ് മോം പണത്തെ വിശേഷിപ്പിക്കുന്നത് 6ാം ഇന്ദ്രിയമെന്നാണ്.
പണമുണ്ടെങ്കിൽ 5 ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് നന്നായി പ്രവർത്തിക്കുമത്രേ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കാണണം, കേൾക്കണം, സ്പർശിക്കണം. ഈ 6ാം ഇന്ദ്രിയം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള മാർഗമായിട്ട് ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ജോണി ലൂക്കോസ് പറഞ്ഞു. പ്രസിഡന്റ് സജിമോൻ ആന്റണി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഫൊക്കാന നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു. ന്യൂജേഴ്സിയിൽ നടന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വേദിയിൽ വെച്ച് ഫൊക്കാന പ്രിവിലേജ് കാർഡ്, ഹെൽത്ത് കാർഡ് എന്നിവ വിതരണം ചെയ്യാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾക്ക് NK പ്രേമചന്ദ്രൻ, പ്രമോദ് നാരായൺ തുടങ്ങിയവർ നൽകുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മാനേജർ റവറൻ ഫാദർ സിജോ പന്തപ്പള്ളിൽ, NK പ്രേമചന്ദ്രൻ MP, പ്രമോദ് നാരായൺ MLA, മനോരമയുടെ ജോണി ലൂക്കോസ്, ന്യൂസ് 18 കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ്, മാതൃഭൂമി TV സീനിയർ സബ് എഡിറ്റർ മോത്തി രാജേഷ് എന്നിവരെ സജിമോൻ ആന്റണി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫൊക്കാന ട്രഷറർ ജോയ് ചാക്കപ്പൻ, ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളിൽ, റോഗ്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ, ലീല മാരേട്ട്, RVP ആൻഡോ വർക്കി, ഫിലിപ്പോസ് ഫിലിപ്പ്, KK ജോൺസൺ, സജി പോത്തൻ, ജോയ് ഇട്ടൻ, ഷൈമി ജേക്കബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ഫോമോ ഒരുക്കുന്ന ജീവകാരുണ്യ ചികിത്സാ സഹായ പദ്ധതി ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം ജില്ലയിലെ പിറവം കൊച്ചുപള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. പിറവം നഗരസഭാ പരിധിയിൽ വരുന്ന ഏകദേശം 450ഓളം ക്യാൻസർ, കിഡ്നി, ഹൃദ്രോഗം, കിടപ്പുരോഗികൾ എന്നിവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണവും ഫോമയുടെ നേതൃത്വത്തിൽ 2025 ജൂലൈ മാസം അമൃത ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ സഹകരിച്ച വെൽകെയർ നഴ്സിംഗ് കോളേജിലെ 15ഓളം വിദ്യാർത്ഥികൾക്ക് മികച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള അവാർഡുകളും, കൂടാതെ മെഡിക്കൽ ക്യാമ്പിൽ സഹകരിച്ച പിറവം നിയമസഭയിലെ ആശാ വർക്കേഴ്സിനെയും ഫോമ ഇതേ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. തദവസരത്തിൽ 2025 ഏറ്റവും മികച്ച കർഷകനായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത മോനു വർഗീസ് മാമനെയും മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകൻ ബേബി കാളിയമ്പറമ്പിലിനെയും ആദരിക്കുന്നതാണ്. കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന യോഗത്തിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ശ്രീ പത്മശ്രീ ജോസ് ചാക്കോ പെരിയപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം, ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് എന്നിവയുടെ വിതരണം നിഷ ജോസ് കെ മാണി നിർവഹിക്കും. തദവസരത്തിൽ മുൻ MLA മാരായ ശ്രീ VJ പൗലോസ്, MJ ജേക്കബ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, നഗരസഭാ വൈസ് ചെയർമാൻ KP സലിം, കേരള ഹൈക്കോടതി മീഡിയേറ്റർ അഡ്വക്കേറ്റ് ചിൻസി ഗോപകുമാർ, സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സമിതി അംഗം അഡ്വക്കേറ്റ് KN സുഗതൻ, റോട്ടറി ഇന്റർനാഷണൽ ഗിഫ്റ്റ് ഓഫ് ദ ലൈഫ് കോർഡിനേറ്റർ ഡോക്ടർ AC പീറ്റർ തുടങ്ങിയവർ ആശംസകൾ നേരും. പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഫോമയുടെ സുഹൃത്തും പിറവം മുൻ നഗരസഭാ ചെയർമാനുമായ സാബു K ജേക്കബാണ്. 2026 ജനുവരിയിൽ കോട്ടയത്ത് വെച്ച് നടക്കുന്ന ഫോമയുടെ കേരള കൺവെൻഷന് മുന്നോടിയായി നടത്തപ്പെടുന്ന ഈ ജീവകാരുണ്യ ചടങ്ങിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതായി ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അറിയിച്ചു. ഫോമ നടത്തിവരുന്ന നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫോമ അംഗസംഘടനകളും പൊതുസമൂഹവും നൽകി വരുന്ന സഹായ സഹകരണങ്ങൾക്ക് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കുലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ നന്ദിയും കടപ്പാടും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ചെന്നൈയുടെ 14ാമത് പ്രസിഡന്റായി ചരിത്ര വിജയം നേടിയ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കുള്ള അധികാര കൈമാറ്റം വിവിധ ആഘോഷ പരിപാടികളോടെ ടാബയിൽ പൂർണ്ണമായി. അവിട്ടം നക്ഷത്രവും ഏകാദശി വ്രതവും സംഗമിച്ച വെള്ളിയാഴ്ചയുടെ സായം സന്ധ്യയിൽ ടാബ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ അനുഗ്രഹപൂജയും ആരതിയും അർപ്പിച്ചുകൊണ്ട് സംഗമത്തിന് തിരശ്ശീല ഉയർന്നു. സമീപത്തുള്ള റമദ വെസ്റ്റ് ഷോർ ബാൻക്വറ്റ് ഹാളിൽ ഭാരവാഹികൾ ഭദ്രദീപം തെളിയിച്ചതോടെ കാര്യപരിപാടികൾക്ക് തുടക്കമായി. ഔപചാരികമായ അധികാര കൈമാറ്റത്തിന് മുൻപ് സെമിനാർ നടന്നു. സനാതന ധർമ്മ പ്രചാരണ രംഗത്ത് വടക്കൻ അമേരിക്കയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ട ചെന്നൈയുടെ തുടക്കവും കടന്നുവന്ന വഴികളും വർത്തമാനകാല വെല്ലുവിളികളും അടുത്ത ദശകത്തിലേക്കുള്ള ഭാവി പ്രവർത്തന രേഖകളുമായിരുന്നു വിഷയം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും അനുഭാവികൾക്കും സംഘടന സംബന്ധമായ അറിവും അച്ചടക്കവും പകർന്നു നൽകുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. നിയന്ത്രിതവും നിശ്ചിതവുമായ അജണ്ടകളിൽ ഒതുക്കപ്പെട്ടവയുമാകയാൽ സംഘാടകർ അതിനെ കോൺക്ലേവ് എന്നാണ് നാമകരണം ചെയ്തിരുന്നത്.
പുതിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ ഹൃദ്യമായ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച കോൺക്ലേവിൽ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേ അമേരിക്കയിലെ വിവിധ പട്ടണങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ഹൈന്ദവ കുടുംബങ്ങളെയും ഹിന്ദു കൂട്ടായ്മകളെയും ധർമ്മസംരക്ഷണാർത്ഥം ഒന്നിപ്പിക്കണമെന്ന ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നിരന്തരമായ ആഹ്വാനം ഏറ്റെടുത്ത ഡാളസിലെ ഹിന്ദു സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് സംഘടനാ ചരിത്രത്തിന്റെ താളുകൾ പ്രഭാഷകൻ മറിച്ചു തുടങ്ങിയത്. 2000 ആണ്ടിൽ ശ്രീ ബാസി നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന KHSന്റെ പൊതുയോഗം അടുത്ത വർഷം നോർത്ത് അമേരിക്കൻ മലയാളി ഹിന്ദു അസോസിയേഷൻ എന്ന പേരിൽ ഒരു ദേശീയ സംഘടനാ രൂപീകരണവും ഒരു ഹിന്ദു സംഗമവും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് $10,000 പ്രാരംഭ ഫണ്ടും നേതൃനിരയും രൂപീകരിച്ചു. സംഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മന്മഥൻ നായർ, വൈസ് ചെയർമാൻ TN നായർ, ഗംഗാധരൻ ആല, ഗോപാലപിള്ള, സെക്രട്ടറി സജി നായർ, ട്രഷറർ ഹരിദാസൻ പിള്ള എന്നിവർ നടത്തിയ നിസ്വാർത്ഥ പ്രവർത്തനത്തെയും ചെയർമാനും വൈസ് ചെയർമാൻമാരും നടത്തിയ നിരന്തര യാത്രകളെയും തുടർന്ന് 2001 ഏപ്രിൽ 13 മുതൽ 15 വരെയുള്ള വിഷു ആഘോഷവേളയിൽ ഡാളസിലൊരു ദേശീയ ഹിന്ദു സമ്മേളനം സാധ്യമായി. അവിടെ വെച്ച് മുനി നാരായണ പ്രസാദ്, ആചാര്യ അപർണ ചൈതന്യ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ സ്വാമി സത്യാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് അമേരിക്കൻ മലയാളി ഹിന്ദുക്കൾക്ക് ഒരു സംഘടന എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു. ഡാളസിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് ശശിധരൻ നായരുടെ നേതൃത്വത്തിൽ 2ാം കൺവെൻഷൻ എത്തിയപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന പേരിൽ സംഘടന വ്യവസ്ഥാപിതമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും തുടർച്ച ഉറപ്പാക്കുകയും ചെയ്തു. ഹ്യൂസ്റ്റണിൽ നിന്ന് ഷിക്കാഗോയിലേക്കും തുടർന്ന് ഈ രാജ്യത്തിന്റെ വിവിധ പട്ടണങ്ങളിലേക്കും കൺവെൻഷനുകളും ഹൈന്ദവ ശാക്തീകരണങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചു. 14ാമത് ആഗോള ഹൈന്ദവ സംഗമത്തിനായി ഫ്ലോറിഡ വേദിയാകുമ്പോൾ പിന്നിട്ട പ്രവർത്തന വഴികളിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കോൺക്ലേവ് ആഴമുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കി. ഭാരതീയ മൂല്യസങ്കല്പങ്ങളെയും വൈദിക ദർശനങ്ങളെയും അമേരിക്കൻ ഭൂമികയിൽ സംരക്ഷിക്കുക എന്ന ചരിത്രപരമായ നിയോഗമേറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്ന പുതിയ നേതൃത്വം തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും പ്രവർത്തിച്ച് സംഘശക്തിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് സംഘടനയെ എത്തിക്കുമെന്ന പ്രത്യാശയോടെ മുൻ പ്രസിഡന്റ് ഉപസംഹരിച്ചു. ധാർമ്മികതയും പങ്കാളിത്തവും പരസ്പര പൂരകമാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് പരിഷ്കരണവും പ്രവർത്തന വഴികളിൽ കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങളും ഉൾപ്പെടുത്തി സ്ഥാനമൊഴിയുന്ന ട്രഷറർ രഘുവരൻ നായർ അടുത്ത വിഷയാവതരണം നടത്തി. തുടർന്ന് കൗമാരം പിന്നിട്ട് യുവത്വത്തിലേക്ക് കടക്കുന്ന അമേരിക്കൻ മണ്ണിൽ ജനിച്ചു വളർന്ന യുവതീ യുവാക്കളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിനായി നടപ്പാക്കേണ്ട കർമ്മ പദ്ധതികളെക്കുറിച്ച് സിൽവർ ജൂബിലി കൺവെൻഷൻ ചെയർമാൻ സുനിൽ പൈഗോൾ സംസാരിച്ചു. കോൺക്ലേവിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിച്ച നിയുക്ത സെക്രട്ടറി സിനു നായർ മൂല്യാധിഷ്ഠിത കുടുംബസങ്കല്പവും കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടിയുള്ള മുന്നേറ്റവും മനോഹരമായി പ്രതിപാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ട്രസ്റ്റി ബോർഡിന്റെ നിയന്ത്രണത്തിൽ നടന്ന അധികാര കൈമാറ്റ യോഗം കർണാടക സംഗീത രംഗത്ത് അമേരിക്കയിൽ ശ്രദ്ധേയനായ ഹരി കോയിപ്പിള്ളയുടെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ചു. സുധാകർത്ത സ്വാഗതം ആശംസിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഗോപിനാഥക്കുറുപ്പ്, എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ഡോക്ടർ രഞ്ജിനി പിള്ള, പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ള, ട്രസ്റ്റി സെക്രട്ടറി രതീഷ് നായർ, നിയുക്ത ചെയർപേഴ്സൺ വനജ നായർ എന്നിവർ സംസാരിച്ചു. നിയമാനുസൃതമായി പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ള പുതിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് സംഘടനയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് രേഖകൾ കൈമാറി. സെക്രട്ടറി മധു ചെറിയടത്ത് സംഘടനാ രജിസ്റ്ററുകൾ സിനു നായർക്കും ട്രഷറർ രഘുവരൻ നായർ ഫിനാൻഷ്യൽ രേഖകൾ നിയുക്ത ട്രഷറർ അശോക് മേനോനും കൈമാറി. ട്രസ്റ്റി ബോർഡിന്റെ രേഖകൾ രതീഷ് നായരിൽ നിന്ന് സെക്രട്ടറി ഡോക്ടർ സുധീർ പ്രയാഗിയും ട്രസ്റ്റി ബോർഡിന്റെ സഞ്ജിത നിധിയുടെ ബാങ്ക് വിവരങ്ങൾ ഗോപിനാഥക്കുറുപ്പിൽ നിന്ന് വനജ നായരും സ്വീകരിച്ചു. അനന്തരം സംസാരിച്ച പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ വിജയിപ്പിച്ച അംഗങ്ങളോടും സ്ഥാനമൊഴിഞ്ഞ ഭാരവാഹികളോടും നന്ദി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് സഞ്ജീവ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ ഹരിലാൽ, ജോയിന്റ് ട്രഷറർ അപ്പുക്കുട്ടൻ പിള്ള, തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് അംഗങ്ങൾ എന്നിവരെയും പിന്നാലെ പരിചയപ്പെടുത്തി. 4 വർഷത്തെ സേവനം പൂർത്തിയാക്കി പടിയിറങ്ങിയ ജുഡീഷ്യൽ കൗൺസിൽ ചെയർമാൻ അനിൽകുമാർ പിള്ള സേവനകാലത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും പുതുതായി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സുധാകർത്ത, ഗോപാലൻ നായർ, രാംദാസ് പിള്ള എന്നിവർ ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾക്ക് ആശംസയർപ്പിക്കുകയും ചെയ്തു. 2 ദിവസമായി നടന്ന പരിപാടികളിൽ ക്ഷണിക്കപ്പെട്ട 250-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു. ചടങ്ങിൽ $50,000-ലധികം സീഡ് മണി സമാഹരിക്കാനായത് പ്രതിനിധികളിൽ കൂടുതൽ ഉത്സാഹം പകർന്നു. സെക്രട്ടറി സിനു നായരുടെ നന്ദി പ്രകടനത്തിന് ശേഷം കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളോടെ ചടങ്ങുകൾക്ക് തിരശ്ശീല വീണു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.
കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മുക്കൂട്ടുതറയിലുള്ള വിധവയായ കല്യാണിയുടെ വീട് പണി പഞ്ചായത്തിന്റെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ട് തുടങ്ങിയെങ്കിലും സാമ്പത്തിക അഭാവം മൂലം മുടങ്ങിയിരുന്നു. മുടങ്ങിയ ഭവന നിർമ്മാണം വീണ്ടും തുടങ്ങാൻ മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലൻഡ് കൗണ്ടി സഹായഹസ്തം നൽകി. പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ നിന്നുപോയ വീട് പണി പുനരാരംഭിക്കാൻ മാർക്ക് മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലൻഡ് കൗണ്ടി മുന്നോട്ട് വരികയും അവിടെ തന്നെയുള്ള വാർഡ് മെമ്പർ മറിയാമ്മ മാത്തുക്കുട്ടിയെ മാർക്ക് കമ്മിറ്റി മെമ്പേഴ്സ് വഴി ബന്ധപ്പെടുകയും കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചറിഞ്ഞ ശേഷം വീട് പണി തുടങ്ങാനുള്ള മാർക്കിന്റെ സഹായം അറിയിക്കുകയും ചെയ്തു. മാർക്കിന്റെ ധനസഹായം സെപ്റ്റംബർ 15-ന് വാർഡ് മെമ്പർ വഴി കല്യാണിയെ ഏൽപ്പിക്കുകയും മുടങ്ങിയ വീട് പണി തുടങ്ങാൻ സാധിക്കുകയും ചെയ്തു. മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലൻഡ് കൗണ്ടി മാർക്ക് ചാരിറ്റി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ്. നമ്മുടെ ജന്മനാടായ കേരളത്തിൽ കഷ്ടപ്പെടുന്ന സാധുക്കളായ ജനങ്ങൾക്ക് സഹായം എത്തിക്കുക എന്നതാണ് ഈ അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ 12 വർഷമായി എല്ലാ വർഷവും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിനും കേരളത്തിലെത്തി കോർഡിനേറ്റ് ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ധാരാളം സമയം ചിലവഴിച്ച മാർക്കിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ചെയ്ത സേവനങ്ങൾ പ്രശംസനീയമാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. 2026-28 കാലയളവിലേക്ക് ഫോമയെ നയിക്കുവാൻ ടീം വോയിസ് ഓഫ് ഫോമ സർവ്വസജ്ജമായി മുന്നേറുന്നു. പ്രവർത്തന പാരമ്പര്യവും ജനപ്രീതിയും ഏറെയുള്ള 6 സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബിജു തോണിക്കടവിലിനൊപ്പം അണിചേരുകയാണ്. പ്രവർത്തന പാരമ്പര്യവും ജനപ്രീതിയും ഏറെയുള്ള 6 സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബിജു തോണിക്കടവിലിനൊപ്പം അണിചേരുകയാണ്. ജനറൽ സെക്രട്ടറിയായി ന്യൂയോർക്കിൽ നിന്നും പോൾ പി ജോസും, ട്രഷററായി കണക്ടിക്കട്ടിൽ നിന്ന് പ്രദീപ് നായരും, വൈസ് പ്രസിഡന്റായി ടെക്സസിൽ നിന്ന് സാമുവൽ മത്തായിയും, ജോയിന്റ് സെക്രട്ടറിയായി അരിസോണയിൽ നിന്ന് ഡോക്ടർ മഞ്ജു പിള്ളയും, ജോയിന്റ് ട്രഷററായി ഷിക്കാഗോയിൽ നിന്ന് ജോൺസൺ കണ്ണൂക്കാടനുമാണ് മത്സരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലും കാനഡയിലുമുള്ള ഒട്ടുമിക്ക അസോസിയേഷനുകളും ടീം വോയിസ് ഓഫ് ഫോമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു പലരും മത്സരരംഗത്തുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ ടീമിന് ബദലായി ഒരു ടീം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 2028 ഫോമ കൺവെൻഷനെ പറ്റി വ്യക്തമായ പ്ലാൻ ഈ ടീമിനുണ്ടെന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബിജു തോണിക്കടവിൽ പറഞ്ഞു. ഫ്ലോറിഡയിൽ വെച്ചാണ് കൺവെൻഷൻ നടത്താൻ ആഗ്രഹമെങ്കിലും നാഷണൽ കമ്മിറ്റിയുടെ അഭിപ്രായമനുസരിച്ച് ക്രൂസ് കൺവെൻഷനായോ ഡെസ്റ്റിനേഷൻ കൺവെൻഷനായിട്ടോ അതുമല്ലെങ്കിൽ മറ്റ് മേജർ സിറ്റികളിലോ ആയി നടത്തുന്നതിനും പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഫോമയെ അടുത്ത തലത്തിൽ എത്തിക്കുവാനുള്ള വിവിധ പദ്ധതികളും പ്ലാനുകളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെ വൈകാതെ തന്നെ ടീം വിഭാവനം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ പ്രവർത്തകർക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നും ടീം അറിയിച്ചു.